the beauty, the shadow of the sun. Said sometime I know it's been before. Close the curtains, what you waiting for? And they'll be keeping. നമ്മൾ നെക്സ്റ്റ് ഇനി എങ്ങോട്ടാ ഷാനു? നെക്സ്റ്റ് നമ്മൾ ഷോർഡറിലേക്ക് പോകാം. ഷോർഡർ അവിടെ ആണ് റൂം. ഷോർഡറിലാണ് 2 ദിവസം അവിടെ ഇനി സ്റ്റേ. അതെ, ഷോർഡറിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റൂമിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഷോർഡർ ലേക്കിലൊക്കെ പോയി ലേക്കൊക്കെ കാണാമെന്നാണ് നമ്മുടെ പ്ലാൻ. അതെ. ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കാനായിട്ട് ഓൺ ദ വേയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇസു എന്ത് പറ്റി ഇസു? നമ്മൾ ഇതിനകത്തെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കോർ നടക്കുന്നത്, ഈവനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ് ആശാരി. ഷാനു 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 ഇസു ഫിഷിനെ കാണണോ നിനക്ക്? ഊഞ്ഞാലാടണോ? ഇച്ചിരി കൂടെ somebody That's so cute actually. ഇസു ബലൂണിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇത് ആക്കുന്ന വേണ്ടിയിട്ട് അവർ ഒരു ബഞ്ച് ഓഫ് ബലൂൺസ് കൊടുത്തു. പിന്നെ ഞങ്ങൾ പറഞ്ഞു വരണം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ. അപ്പോൾ ഇസുവിന് സമാധാനമായോ ഇസു? എന്തെങ്കിലും ചോദിച്ചാൽ ദത്ത പൊട്ടിച്ചത് ഇസു അതിന് കൊണ്ടിങ്ങോട്ട് ഇറങ്ങിയതും അത് പൊട്ടിയതും ഒരുമിച്ച്. പാവടാ. എടാ അവള് പോയി ചോദിക്കും കേട്ടാ. പാവ. അടുത്ത ബലൂൺ കിട്ടി. അത് അവിടെ ഇട്ട് പൊട്ടിക്കാതിരിക്കാൻ കെട്ടിയിട്ടിരിക്കുക. പിന്നെ പൊട്ടിയിട്ട് ചോദിക്കരുത് കേട്ടോ മീൻ. പൊട്ടിയിട്ട് ചോദിക്കും. അകത്തോട്ട് നീ ഇങ്ങോട്ട് നിൽക്കും. അകത്തോട്ട് അവിടെ 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 ഇത് യമ്മി യമ്മി. ഇത് നമ്മൾ റൂമിൽ നിന്ന് ചോറുണ്ടാക്കിക്കൊണ്ടുവന്ന ഉമ്മാക്ക്, ഇസുവിനും ഉമ്മാക്കും. ഇവിടെ ഇതിൻ്റെ റൈസ് ഉണ്ടായിരുന്നു. ഇത് തന്നെ ഈ പാസ്തയ്ക്ക് പകരം റൈസ്, ചിക്കൻ റൈസ് കിട്ടും. പക്ഷെ നമ്മൾ ഓൾറെഡി റൈസ് ഉള്ളതുകൊണ്ട് ഇത് കഴിച്ചു. ഇതിന് ഒരുപാടുണ്ടല്ലേ, ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. സോ ഇസു ഈസ് എൻജോയിങ് ദാറ്റ്. ഹായ്. ഇസു look at here. അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ആ വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് ഒരു 1 hour ജോലിയും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഷാനു? ഫുഡ് ഓക്കെ, ഈ പറഞ്ഞ പോലെ അല്ലേ? ഓക്കെ അല്ലേ, കുഴപ്പമില്ലായിരുന്നു. കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അൽബേനിയൻ ഫുഡ്. അൽബേനിയ എന്താ സ്പെഷ്യൽ നമ്മൾ മേ ബി ട്രൈ ചെയ്യാത്തോട്ടായിരിക്കും. പക്ഷേ സാലഡ്സ് ഒക്കെ നല്ലുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ യോഗേർട്ട് മേടിച്ചപ്പോൾ അത് നല്ല ഉണ്ടായിരുന്നു. മിക്സ് ചെയ്തിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള യോഗേർട്ട്. ഐസുവിന് ബാക്കിൽ ഒരു ആ ബലൂണൊക്കെ അവിടെ കെട്ടി തൂക്കിയിട്ട് അവിടെ കളിച്ചോണ്ടിരിപ്പുണ്ട് ആ ചാട്ടി ഉമ്മച്ചി. ഞങ്ങള് ഐസുവിനെ ഊഞ്ഞാലായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേന് കുറച്ച് പിള്ളേരെ കണ്ടു കേട്ടോ അവിടെ. പാല് കൊടുക്കണം. പാല് കൊടുക്കാറുന്നല്ലേ? ഓക്കെ, അതെടുക്കാം. അങ്ങനെ 4-5 പിള്ളേരെ കണ്ടു. അവര് കുറച്ചേരൊക്കെ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമായിരുന്നു, പിള്ളേരെയൊക്കെ കണ്ടു. നല്ല വെയിൽ. ഇനി ഞങ്ങള് ഐസുവിന് ഒരു പാലൊക്കെ കൊടുത്ത് ഒന്ന് ഇതിനകത്ത് ഒഴിക്കാം. പാലിതാ ഇതിനകത്ത് ബോട്ടിലിൽ മിൽക്ക് വാങ്ങി ഐസുവിന്. ഇതുണ്ടോ, ഇതിനകത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഐസുവിന് പാല് കൊടുക്കട്ടെ. ഐസുവിന് പാല് കൊടുക്കാം. ഇസു മിൽക്ക്, ഇസു യു വാണ്ട് മിൽക്ക്? ഇസു ഇഷു ഇസു ചക്കുപ്പി കാണിച്ചു കൊടുത്താൽ എന്നിട്ട് പാലൊഴിക്കും. മതി എത്ര ഒഴിച്ചാൽ. ഇസു യു വാണ്ട് മിൽക്ക്? കുറച്ച് എടുത്തു വേണം. അമ്മ ചോദിച്ചപ്പോ നമുക്ക് പാല് വേണോന്ന് വെച്ച് കൊടുത്തൊക്കെ വേണമെങ്കിൽ അവള് വാങ്ങും, അല്ലെങ്കിൽ തിരിച്ച്. ഭയങ്കര വെയിൽ. ഷാനു ഡ്രൈവ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഒരു കൊടുത്ത് തലയിൽ കെട്ടാനായിട്ട്. ഷാനു പറഞ്ഞ് എന്തെങ്കിലും വേണം തലയിൽ. അങ്ങനെ സ്വന്തമായിട്ടൊരു ഐഡിയ കണ്ടുപിടിച്ച് ഇസുവിന്റെ ടവല് ഇതാവുമ്പോ തലയിൽ കൂടി ഇടാനത് ക്യാപ്പുണ്ട്. സൈഡ് ഇങ്ങനെ ഇട്ടാൽ അവിടെ കിടന്ന് ചോദിക്കണ്ട്. എന്റെ ടവല് തിരിച്ച് ബാബി എന്തോക്കളെ എന്തിന് മിക്ക വേണം. ജോലിയൊന്നും ഇല്ല. ജോലിയൊക്കെ വീട്ടില്. ആ പാട്ട് മക്കളെ പാട്ട് കോപ്പി റൈറ്റ് അടിക്കും. അതുകൊണ്ട് ഇപ്പൊ വീട്ട് തരാം കേട്ടാ. പാട്ട് കൊടുക്കണം പെട്ടെന്ന്. അങ്ങനെ ഞങ്ങളതാ നീണ്ട ഒരു 1/2 hour ഡ്രൈവിന് ശേഷം എന്തെങ്കിലും പറഞ്ഞു ഞാനൊരു ഒന്ന് മയങ്ങി വരുമായിരുന്നു കേട്ടോ. പ്ലീസ് പ്രൊസീഡ്. അപ്പൊ ഷാനു അതാണ് പറഞ്ഞത്. ഞാനത് ഉറക്കത്തിൽ എണീറ്റൊരു വ്യൂ എടുക്കാൻ ഫോൺ തിരിച്ചപ്പോഴും. ഓക്കെ, സോ എന്തായാലും നമുക്കിനി ഒരു 1/2 hour കൂടെ ഉള്ളു നമ്മുടെ അക്കോമഡേഷനിൽ എത്താനായിട്ട്. ഓക്കെ, പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമായി സ്റ്റേയിലെത്തി. ഇനി ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഷാനു ഒന്ന് ഫ്രഷായി. ഇനി കുറച്ചൊന്ന് ഷാനുവിന് കിടന്നുറങ്ങിയിട്ട് ഉപ്പണ്ട് അവരെ വിളിക്കാൻ പോകണം. അതെ, ഉമ്മാക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് പിടികൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നാണെന്നല്ല, അവർ ചിലപ്പോൾ വന്നാലോ എന്നുള്ളൊരു ഞാൻ എന്നെ വിളിച്ചായിരുന്നു. അവരുടെ വെരിഫിക്കേഷൻ്റെ ഡോക്യുമെന്റ് ചെക്ക് ഇൻ ചെയ്തപ്പോൾ എന്തോ ഒരു ഇഷ്യൂ, ഡോക്യുമെന്റ് വെരിഫൈ ആയിട്ടായിരുന്നു.
പിന്നെ എന്നെ പോലെ ഇന്നതുപോലെയാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അത് കേട്ടായിരുന്നു, ഉമ്മ കേട്ടായിരുന്നു. ഞാൻ പുറത്ത് എന്തോ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയ സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്കൊരു ഇത് അവർ വരുന്നുണ്ട് എന്ന് തോന്നിയിട്ടുള്ളൊരിത്. പക്ഷെ നമ്മൾ പിടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇത്രയും വന്ന് അതേ ദൂരം ഷാനുവിനെ തിരിച്ചു പോയി അവരെ പിക്ക് ചെയ്ത് വീണ്ടും വരണം. നമ്മളിന്ന് ഒരുപാട് 1 മണിക്കൂറല്ല, 1 മണിക്കൂറല്ല 1.5 നോക്കിയപ്പം ഉറപ്പാ? ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഒന്ന് രാവിലെ തൊട്ട് ഡ്രൈവ് ചെയ്യില്ല, ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്തിട്ട് അവർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് തോന്നുന്നില്ല. അവരൊന്ന് കയറി എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും കിടന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയി. ഇനി നമ്മൾ വേറെ അങ്ങ് കറക്കും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പറ്റുമെങ്കിൽ അതെന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കറി പോലെ എന്തെങ്കിലും വെക്കണം. ഹോംലി ഫുഡ് കഴിക്കാനുള്ള കൊതിയായി തുടങ്ങി ഞങ്ങൾക്കൊക്കെ. അല്ലേ, കുറച്ച് റെസ്റ്റ് എടുത്ത് പോയി അവിടെ പിക്ക് ചെയ്ത് വന്ന് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ കേടാ. ഈസു ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈസു ഇവിടെ റൈസും യോഗട്ടും കഴിക്കുന്നു. ഈസു എന്താ കഴിക്കുന്നേ? യമി യം യം. ആ സാരമില്ല മക്കള് കഴിക്കെടുത്ത് കഴിക്ക്. എടുത്തു താഴെ പോയി ഉമ്മ എടുക്കാൻ കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ആ താഴെ എടുക്ക് അതെടുത്ത് കഴിച്ചാടി. താഴേന്ന് എടുത്ത് അതാരോടെ തൊപ്പി വെച്ചേക്കുന്നേ? അത് എത്തില്ല. ഇത് എവിടെ പറക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇസു ബേബി. ഇസു ഞാൻ ഫ്രഷായി ഡ്രസ്സ് മാറാൻ നോക്കിയപ്പോഴോ ഞങ്ങൾ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷാനു ആണെങ്കിൽ ഞാൻ വീട്ടിലിടാൻ ഒരൊറ്റ ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും എടുത്ത് വാഷ് ചെയ്യാനായിട്ടിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒരു ഡ്രസ്സ് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾ അൽബേനിയയിൽ വന്നിട്ട് നാടൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. നാടൻ കോഴി കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഇവിടെ ബ്രോയിലർ ചിക്കനേ ഇല്ല, എല്ലാം നാടനാണ് കിട്ടുന്നത്. അപ്പം ഞങ്ങളൊരു എല്ലാം നമ്മുടെ മസാലകളൊന്നും ഇവിടെ കിട്ടത്തില്ല. അങ്ങനെ ചിക്കൻ കുറച്ച് വാങ്ങിയത് ചെറിയ പീസാക്കി, കാരണം വേവ് കൂടുതലല്ലേ, ഹാർഡുമാണ്. അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക, അപ്പം വേവ് കുറയും. പിന്നെ ഐസൂനും കഴിക്കാം. പിന്നെ ഗാർലിക്കൊക്കെ നമ്മൾ പോയി വാങ്ങി, ഞാൻ ഷാനും കൂടെ പോയി വാങ്ങി. കൊമ്പുള്ള ഗാർലിക് പ്രോപ്പർ നമ്മുടെ നാട്ടിലെ ചിക്കൻ കറി അല്ല, ഒരു പറ്റുന്ന പോലെ തട്ടിക്കൂട്ടി ഒരു കറി. കാരണം ഇവിടെ നമുക്ക് കറിയൊന്നും കിട്ടില്ല, എല്ലാം നമ്മളെ ഗ്രിൽ ഐറ്റംസും അങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്തായാലും കറക്റ്റ് നാടൻ ചിക്കൻ നല്ല കട്ടി, ഇവിടെ നല്ല കഴിച്ചപ്പോൾ തന്നെ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ചിക്കനാണ്. കാരണം നാടൻ ഇവിടുത്തെ ഇതൊക്കെ കഴിച്ച് വളരുന്ന ചിക്കനല്ലേ കൂടി. ഷാനു ആണെങ്കിൽ വണ്ടിയും കണ്ടിട്ട് എന്താണ് നമ്മളെ മോണ്ടിനഗർ പാസ് ചെയ്യണം. ഇവിടെ നിന്ന് പാസ് ചെയ്യണമെങ്കിൽ ഒരു ഇതെടുക്കണം, വെരിഫിക്കേഷൻ എടുക്കണം കാറിന്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്, അതെടുക്കാനായിട്ട്. അപ്പോൾ ഷാനു തിരിച്ചു വരുമ്പോഴേ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കും അല്ലേ? എന്താ വണ്ടിയുടെ ഇത് എടുത്തിട്ട് പാസ് എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ചിക്കൻ കറിയൊക്കെ റെഡിയാവും. ചിക്കൻ കുക്കാവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. നാടൻ ചിക്കൻ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. എത്രയോ വർഷം മുന്നേ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് വെക്കാന്നുള്ള പ്ലാനിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ, ഒരു എല്ലാം കൂടെ മിക്സ് ഉള്ളൊരു മസാല വാങ്ങി. പക്ഷേ അത് കളറൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു ടേസ്റ്റ് കറി പോലെ, കാരണം കറി ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചിട്ട് 2-3 ദിവസമായി. അതിൻ്റെ ഒരു ക്രേവിങ് ആണ്. പിന്നെ ഉമ്മാക്ക് ഇവിടുത്തെ ഫുഡൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചിക്കൻ കറി പോലെ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാന്ന്. ഷാനു പോയേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതും അവിടെ എന്തായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഷാനു പോയേക്കാണ്. എന്തായാലും ഷാനു വരുമ്പോഴത്തേന് മിനിമം എന്തായാലും ഒരു 3 hours ആവും. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ മണി 9:40 ഒക്കെ ആയി. 9:40, ഓൾമോസ്റ്റ് 9:40 ഒക്കെ ആയി. അപ്പോൾ ഇനി ഷാനു വരുമ്പോൾ എന്തായാലും 12 o'clock ഒക്കെ കഴിയും. 12:30 ഒക്കെ എന്തായാലും ആവുമായിരിക്കും. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കും. എനിക്കൊന്ന് ഫ്രഷ് ആവണം. എന്നിട്ടപ്പോൾ ഞാൻ അവർ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. എന്തിനു ഇഷു എന്തോ ചൂടാ
യമ്മിയാണോ? ഐസു ആണെങ്കിൽ ചിക്കൻ കഴിക്കുന്നു. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എന്താ അതും പാസ്തയും കൂടെ കഴിക്കുന്നു. യമി ഇസു യമ്മിയാണോ ഉമ്മി ഉണ്ടാക്കിയ ചിക്കൻ കറി? അൽബേന് ഉമ്മിക്ക് വേണ്ട, എൻ്റെ പൊന്നോള് കഴിച്ചോ? മോള് കഴിച്ചോ എൻ്റെ മോള് കഴിച്ചോ? അൽബേനിയൻ ചിക്കൻ കറി യമ്മിയാണോ? യമ്മിയാണോ അൽബേനിയൻ ചിക്കൻ കറി? പറ. യമ്മിയാണോടേ ഇത്? സൂപ്പർ. മിസ് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചിക്കൻ മിസ് കഴിച്ചില്ലായിരുന്നു, കാരണം ഗ്രില്ല് പോലത്തെ പീസ് കുറച്ച് കഴിച്ചിട്ട് ആ ടെക്സ്ചർ ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നീ ഹാപ്പിയായി. എൻ്റെ മോള് കണ്ട് ഇത് കഴിച്ചില്ല, ചിക്കൻ കഴിച്ചില്ല, ഹാപ്പിയായി. ഇസുവിനൊരു സർപ്രൈസ് ഉണ്ട് ഇന്ന്. എന്താണെന്നറിയാമോ ഇസുവിന് സർപ്രൈസ്? ഇസുവിന് സർപ്രൈസ് വേണോ? ഇസു യു വോണ്ട് സർപ്രൈസ് ടുഡേ? ഇസുവിന് അറിയാം എന്താ സർപ്രൈസ് വേണോ? ഐസാക്കൊരു ഉമ്മ ഇട്. നീ ഇത്രയും കാര്യം പറഞ്ഞില്ലേ? ഐസായി മിസ് ചെയ്യുന്നുണ്ടോ ഇസുവിനെ? അയ്യോ ഐസാക്ക് ലവ് ഇട്. ഉമ്മ ഇട്. ഐസ കാണാൻ കേട്ടോ. ആച്ച റൂമിൽ വന്നിട്ട് ആച്ച അടുത്ത് വിളിക്കാൻ പറ. അയ്യോ എന്തോ പറയണേ നീ ഐസ അടുത്ത്. ഐസുവിനെ മിസ് ചെയ്തിട്ട് ഐസായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഐസായും ആച്ചൊക്കെ പുറത്താ. അങ്ങനെ ഉമ്മച്ചി ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇസു ഇവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഐസയുടെ അടുത്ത്. അന്ന് ഇഷു കാര്യം പറഞ്ഞോ നീ ഐസ അടുത്ത്? ഉമ്മിയുടെ മോള് കാര്യം പറഞ്ഞോ? ഇതാ ഫുഡൊക്കെ റെഡിയായി. ഉമ്മച്ചി ഇസു എല്ലാം കഴിച്ചു. ഇതാ കുറച്ച് റൈസ് ഉണ്ട്, പിന്നെ ഇതാ ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നു. ഉമ്മച്ചി എല്ലാവരും കഴിച്ചിട്ട് നല്ല സൂപ്പറായിട്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഇതുണ്ട്, പാസ്തയുണ്ട് ഉച്ചക്കലത്തെ. അപ്പം പിന്നെ നല്ല അടിപൊളി ഒരു ഗ്രീൻ സാലഡ് ഉണ്ടാക്കി ഞാൻ നല്ല കുളിച്ച് ഫ്രഷായി. ഇനി ഇത് കഴിക്കട്ടെ. ഷാനു ഓൺ ദ വേ ആട്ടോ. ഷാനു പറഞ്ഞ ട്രാഫിക്കിൽ സ്റ്റക്കായി. ഇറ്റ് മേ ടേക്ക് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ്സ് എടുക്കും. ഞാൻ എന്തായാലും കഴിക്കട്ടെ. എന്തായാലും ലേറ്റായി. ഇപ്പോൾ 11 o'clock കഴിഞ്ഞ് 11:15. ഇനി കഴിച്ചിട്ട് എന്നൊക്കെ എടുക്കണം. ആരോ വന്ന് ഡോറിൽ കൊട്ടുന്നു കേട്ടോ. എത്തിയാടാ? ഇവള് ഫോണെടുക്കാതെ എനിക്ക് മനസ്സിലായി. ഇതാര് നിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് മുത്തൊക്കെ വരുന്നീ. വരൂ. നീ ഫോണും എടുക്കണില്ല. അപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹാപ്പി ഇവിടെ നിന്നാണോ പിന്നെ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ? ഹലോ ഐസു, ഇത് ആരിത്?
ചിക്കൻ കറി കാണിച്ചാണ് ചിക്കൻ കറി ഫ്രൈ ചെയ്തിട്ട് വെച്ച് ചിക്കൻ കറി എങ്ങനെയുണ്ട് അയ്യോ സ്ട്രോബെറി അല്ല വാട്ടർമെലന് ഐസ് വീട്ട് പറ കഴിക്കണ ഐസ് വയറുവെക്കണ ഐസ് ഞാനൊക്കെ കഴിക്കാം അതിലൊക്കെ വേണ്ടെങ്കിൽ അടിക്കൂ ചവച്ചിട്ട് ഐസൊക്കെ കൊടുക്കി ചവക്കിട്ട് ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കി ഇസു വാട്ടർ വിട് ഇസു ഇതാ വാട്ടർ വിട് ഐസാക്ക് പുതിയ ബോട്ടിൽ വാങ്ങിച്ചാ അതാണ് 2 ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നു. ഏത് ബോട്ടിൽ കൊണ്ട് വന്നേന്ന് ഞാൻ നോക്കിയത്. വലിയ സൽക്കാരം കാര്യസ്ഥ നാളെ രാവിലെ മുടി പറിക്കലാണ് ഞാൻ തിന്നു ചോറിട്ടൊന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വെക്കുന്നു കുക്കുംബർ അങ്ങ് പോയടേ കിട്ടിയില്ലേ ബാക്കി നീ ഒരിച്ചിരി കടിച്ചാൽ മതി ബാക്കി ഞങ്ങൾ തിന്നിട്ട് കുക്കുമ്പറ നല്ല ഫ്രഷ് കുക്കുമ്പറ കരുമുര മുന്തിരി കൊള്ളാം പക്ഷെ ലാസ്റ്റ് ഒരു തൊലിയെ ഭയങ്കര കട്ടി. ഇവിടുത്തെ എല്ലാം നീ അല്ലേടി ഉറങ്ങാൻ കരഞ്ഞ ആള് അങ്ങനെതാ അവരൊക്കെ വന്ന് ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞ് കയറി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങാട്ട് നല്ല ടയേർഡാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.